ചാനലിൽ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത്. ഇപ്പൊ നിങ്ങൾ എന്ത് ഉപയോഗിച്ചിട്ടും താരനും മുടി കൊഴിച്ചിലൊക്കെ മാറുന്നില്ല എന്നാണെങ്കിൽ ഒരു തവണ ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 17 ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്ക് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മെയിൻ ആയിട്ടും താരനും മുടി കൊഴിച്ചിലും കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ്. അപ്പൊ ഈ ഒരു പാക്ക് നല്ല റിസൾട്ട് ആണ് കേട്ടോ. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഈ പാക്ക് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ്. ഇപ്പൊ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കെരാറ്റിൻ പാക്ക് ചെയ്തിട്ട് ഇൻസ്റ്റന്റ് റിസൾട്ട്, മുടിയുടെ ടെക്സ്ചർ ഒക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കുകളാണ്. അപ്പൊ അങ്ങനത്തെ പാക്കാണ് എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. പക്ഷെ മുടി കൊഴിച്ചിലും താരനും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേര് ഒരു 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ എനിക്ക് കമന്റ് ചെയ്തു കേട്ടോ. നല്ല വ്യത്യാസമുണ്ട്, ഒറ്റ യൂസിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് താരന്റെയും മുടി കൊഴിച്ചിലിന്റെയും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ട് ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കരിഞ്ജീരകം പാക്ക് നല്ല റിസൾട്ടാണ്. മുടിയുടെ ടെക്സ്ചർ ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ലത് മാത്രം കമൻറ്റ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ല എന്ന് ഓപ്പണായിട്ട് പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്താണ് കാരണം എന്നും കൂടി പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പോസിറ്റീവ് തന്നെ പറയണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പേരയിലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പേരയില ഉപയോഗിച്ചിട്ടുള്ള പാക്കുകൾ നമ്മളിപ്പോൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ട് ആയതുകൊണ്ടാണ് കേട്ടോ. കാരണം പേരയില നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ പേരയില എനിക്കിന്ന് അധികം തളിരില ഇല്ല എങ്കിലും അത്യാവശ്യം മൂത്തയല്ലേ തളിരില ഉണ്ട് കേട്ടോ. അപ്പോൾ തളിരില ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തളിരില ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മൂത്തയില ആയാലും കുഴപ്പമൊന്നുമില്ല. പേരയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ പാക്കിൽ ഉപയോഗിക്കണം കേട്ടോ. കാരണം ഏറ്റവും ബെസ്റ്റാണ്, മുടി കൊഴിച്ചിലും താരനൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പേരയില ഉപയോഗിച്ചിട്ടുള്ള ഒരു പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആഴ്ചയിലും നമുക്ക് പേരയില ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ചെയ്യാം കേട്ടോ. ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഒരു 5-8 എണ്ണം അത്രയൊക്കെ മതി കേട്ടോ. ഒരുപാടൊന്നും ആവശ്യമില്ല. മുടി ഉള്ളവരാണെങ്കിലും മുടി കുറവുള്ളവരാണെങ്കിലും ഈ ഒരളവിൽ തന്നെ നിങ്ങൾ പേരയില എടുക്കുക. പേരയില ഫ്രഷ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പേരയിലയുടെ പൗഡർ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേരയില ഇല്ല, പേരയില കിട്ടാൻ ഒരു രക്ഷയില്ലെങ്കിൽ പുറമേയൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ ഞാനിതാ ഒരു 5-8 പേരയില ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേരയില ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള പേരയില ഏതാ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പിച്ചിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പേരയിലയുടെ കൂടെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു 5-8 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട്, ആഴ്ചയിൽ ഒരു തവണ നമ്മുടെ മുടിയിൽ ഉള്ളി ഉപയോഗിക്കുന്നത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരം കുറയ്ക്കാനും പുതിയ മുടികളൊക്കെ വളരാൻ നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സവാള ഉപയോഗിക്കാം. സവാള ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം, വലുതാണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പുളിപ്പുള്ള തൈരാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ തൈര് നിങ്ങൾ ഇതിനകത്ത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം നമുക്ക് താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, സ്കാൽപ്പിൽ എന്തെങ്കിലും ഇച്ചിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ തൈരാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അപ്പോൾ ഒരു 3 സ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചേർത്തിട്ടുള്ള ഈ 3 സാധനങ്ങൾ നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് 3ഉം ചേരുമ്പോഴാണ് കേട്ടോ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചേർത്തുള്ള തൈരില്ലേ അത് മാത്രം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഞാനിതാ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചേർത്തിട്ടുള്ള തൈരില്ലേ അത് ഉപയോഗിച്ചിട്ട് മാത്രം നിങ്ങൾ അരച്ചെടുത്താൽ മതി. പിന്നെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് അളവ് കുറവായിരിക്കും കിട്ടുക, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ഇന്നത്തെ പാക്ക് സ്കാൽപ്പിൽ മാത്രമാണ് തേച്ച് കൊടുക്കുന്നത്, മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഒരു അളവിൽ നമുക്ക് പാക്ക് മതി. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് സിമ്പിൾ ആണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയ ഒരു പാക്കാണ്. അപ്പോൾ ഇനി നമുക്കിത് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം.
അപ്പൊ നമ്മൾ മുടിയിൽ പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ ഞാനിന്ന് ഓയിലൊന്നും തേക്കുന്നില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ നന്നായിട്ട് മുടി ചീകി കെട്ടൊക്കെ കളഞ്ഞു വെക്കുക. പിന്നെ നിങ്ങളുടെ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പൊ സ്ഥിരമായിട്ട് ഓയിൽ തേക്കുന്നവരുണ്ടാവും. ഇങ്ങനെ ഡെയിലി ഓയിൽ തേക്കാതിരുന്നാൽ ചിലപ്പോൾ തലവേദന അങ്ങനെയൊക്കെ വരുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ മുടിയിൽ തേച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മുടെ ഇന്നത്തെ പാക്കിൽ തൈരുണ്ട്. അപ്പോൾ ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിതാ ഒരു പഞ്ഞി എടുത്തിട്ടുണ്ട്. പഞ്ഞി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ തേച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ പഞ്ഞി ഉണ്ടെങ്കിൽ പഞ്ഞി ഉപയോഗിച്ച് തേക്കാം, അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് തേച്ചാലും കുഴപ്പമില്ല. പിന്നെ ഇതുപോലെ പഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് തേക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തേക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഞാൻ പഞ്ഞി എടുക്കുന്നത്. അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കണം. ഇന്നത്തെ പാക്ക് മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല, സ്കാൽപ്പിൽ മാത്രമാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കിയാൽ മതി. തേക്കുന്ന കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. കൈ ഉപയോഗിച്ചിട്ടാണെങ്കിലും പഞ്ഞി ഉപയോഗിച്ചിട്ടാണെങ്കിലും സ്കാൽപ്പിൽ എല്ലായിടത്തും ആവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. താരനൊക്കെ എവിടെയാണോ കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. പിന്നെ ഉള്ളിയുടെ പാക്ക് ഞാൻ പറയുമല്ലോ, നമുക്ക് ഹെയറിന് റീഗ്രോത്ത് തരാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കുന്ന പാക്കാണ്. അപ്പം നെറ്റി കയറൽ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ കൂടുതലായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കണം. പിന്നെ ഇന്നത്തെ പാക്ക് തേക്കുമ്പോൾ ഓയിൽ തേക്കണ്ടെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പാക്ക് നമ്മൾ ഷാമ്പു ഒന്നും ഉപയോഗിച്ചിട്ടല്ല കേട്ടോ കഴുകുന്നത്. നമ്മൾ എപ്പോഴും ഉള്ളി ഇട്ട പാക്ക് ആകുമ്പോൾ ഷാമ്പു ഉപയോഗിച്ച് കഴുകലുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ ആ ഉള്ളി ഉപയോഗിച്ച പാക്കിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അത് ഒരു ദിവസം അങ്ങനെ തന്നെ നിൽക്കണം. നമുക്ക് ചെറിയ രീതിയിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ ഒരു ദിവസം അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഷാമ്പു ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓയിൽ തേക്കണ്ടെന്ന് പറഞ്ഞത്. ഓൾറെഡി ഇതിനകത്ത് തൈരുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇനി ഓയിലും കൂടി തേച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആയി പോകും. പിന്നെ തൈര് അങ്ങനെ ഓയിലി ഫീൽ തരില്ല. കാരണം ഇതിനകത്ത് പിന്നെ പേരയിലുണ്ട്. പേരയില ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ ഓയിലി ഫീൽ തരില്ല. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ പാക്ക് വെറുതെ വെള്ളത്തിൽ കഴുകേണ്ട പാക്കാണ്. ഷാമ്പുവോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പാക്ക് നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഈ പാക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ പാക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഈ പാക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് റിസൾട്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ചാനലിൽ പുതിയ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്താണ്, നിങ്ങൾക്ക് എത്ര ദിവസം കൊണ്ടാണ് റിസൾട്ട് കിട്ടിയത്, നിങ്ങൾ ഇത് ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്നുള്ളത് ഈ ഒരു പാക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ അത് എത്രമാത്രം അവർക്ക് വിശ്വാസമാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തവർ പറയുമ്പോൾ അവർക്ക് വിശ്വാസമാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമില്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റായിക വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അത് അവർക്ക് അറിയാൻ വേണ്ടി പറ്റുമല്ലോ. പിന്നെ ഉള്ളിയുടെ പാക്ക് ഉലുവയുടെ പാക്ക് ഞാൻ പറയുന്ന പോലെ തന്നെ നല്ല അത്യാവശ്യം തണുപ്പാണ് കേട്ടോ. അപ്പോൾ തണുപ്പ് ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. പിന്നെ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പുരുഷന്മാർക്കൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇങ്ങനെ നെറ്റി കയറിപ്പോകുന്ന പ്രശ്നം ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചലഞ്ച് ചെയ്യാനായിട്ട് തന്നെ ഒരുപാട് പേരുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മൾ സ്ത്രീകൾ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ പുരുഷന്മാരും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് റിസൾട്ട്, ഇഷ്ടമായോ, അങ്ങനെയുള്ള കാര്യമൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് എല്ലായിടത്തും ഫ്രണ്ടിലും ബാക്കിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. അപ്പം ഞാനിതാ സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. എന്നിട്ട് മുടി ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുടി കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പാക്ക് തേച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓയിൽ തേക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ ഡ്രൈനസ് ഉണ്ട്, പാക്ക് തേക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ മുടിക്ക് ഡ്രൈനസ് ഉണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് തേക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ നിങ്ങൾ നോക്കുക. ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് പാക്ക് തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 15 മിനിറ്റ് വെച്ചിട്ട് കഴുകുന്നതാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ കഴുകുന്ന കാണിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഇന്ന് വേറെ താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിച്ച് കഴുകുന്നില്ല, വെറുതെ വെള്ളത്തിലാണ് നമ്മൾ കഴുകുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കഴുകുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പാക്ക് നമ്മുടെ മുടിയിൽ നിന്നും സ്കാൽപ്പിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരു സമയം വരെ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ 17ാമത്തെ ദിവസം നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 18ാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളിപ്പോൾ ചലഞ്ച് ചെയ്യാത്തവരാണ്, നിങ്ങൾക്ക് മുടി കൊഴിച്ചിലിന്റെ പ്രശ്നമുണ്ട്, താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു ഹെയർ പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. ഇപ്പം മുടി കൊഴിച്ചിലും താരനും ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല
ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ കമന്റിലൂടെ എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.